നല്ല അടുക്കും ചിട്ടയിലും നിങ്ങളെ TPM-കാരുടെ യോഗത്തിന് ചെല്ലണം. നിങ്ങൾ വല്ലപ്പോഴും ഇനി പോണേ അങ്ങോട്ടങ്ങ് പൊക്കോ, ഇവിടുന്ന് പോകുകയാണെ അങ്ങോട്ടേ പോകാവൂ. ഇവിടുന്ന് പോകുകയാണെ നേരെ റോഡ് വഴി താഴോട്ട് ഇറങ്ങി സിഗ്നൽ കഴിഞ്ഞ് മേലോട്ട് കയറി റൈറ്റ്. അല്ലാതെ വേറെ എവിടെ പോയാലും ശരിയാകുകയല്ല. ഞാൻ എല്ലാവർക്കും നന്നാകാൻ വേണ്ടിയായി പറഞ്ഞു തരുന്നത്. അവരുടെ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ ചെയ്യാൻ എന്തോ ഡിസിപ്ലിനാണെന്നറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, മുന്നേ വരുന്നവരാകാര് ഇത് ആദ്യം വന്ന് പുറകിലോട്ട് അങ്ങ് ഇരിക്കുക. പുറകിലാണ്ട് നിധി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം വന്നാലും ഇപ്പൊ അടുത്ത ആഴ്ച താമസിച്ചു വരുന്നവരെല്ലാം മുന്നിലായിരുത്തുന്നത്. എല്ലാത്തിനും അതിന്റെ ഓർഡറുണ്ട്. നല്ല ചിട്ടയായിട്ട് വേണം പോകാൻ. ആരാധനയ്ക്ക് അതിന്റെ ക്രമീകരണമുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായത്തിലെ വാക്യം നമുക്കെല്ലാം മനപാഠമാണ്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം അങ്ങനെ അവിടെ എഴുതി വെക്കുന്നത്. വായിച്ച 9:1. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം, ആരാധനയ്ക്ക് ചട്ടമുണ്ട്. തോന്നുമ്പം വരാനും തോന്നിയതുപോലെ വരാനും തോന്നുന്നത് പോലെ ഇരിക്കാനും തോന്നുന്നത് പോലെ ഇടപെടാൻ ആരാധനയ്ക്ക് പ്രമാണമില്ല. ആരാധനയ്ക്ക് ചട്ടമുണ്ട്. അങ്ങനെ ചട്ടപ്രകാരം പോകുന്നവർക്ക് ആ ദൈവം അനുഗ്രഹം വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ പെന്തിക്കോസിൽ വേണേ കൈയടിക്കാൻ, വേണ്ടേ കൈകണ്ട, താല്പര്യം ഉണ്ടേ പാടാ, ഇല്ലെങ്കിൽ പാടാം, ഒക്കുന്നെങ്കിൽ സ്തോത്രം പറയാ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. താല്പര്യം ഉണ്ടേ ഫ്രണ്ടിലിരിക്കാൻ, താല്പര്യമില്ലേ ബാക്കിലിരിക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് കയറാം, താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്കിറങ്ങി പോകാം. ഇഷ്ടമുണ്ട് തിരുമേശ എടുക്കാം, ഇല്ലെങ്കിൽ പോലീസുകാരെ നിൽക്കും പോലെ നിൽക്കാം. താല്പര്യമുണ്ട് കരം ഉയർത്തി കല്ലേലി വരാം, താല്പര്യമില്ലേ കൈ കെട്ടി ഇരിക്കാം. രക്ഷപ്പെടുകയല്ല. ദൈവം ഇതിനെല്ലാം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. വ്യവസ്ഥ പ്രകാരം, പ്രമാണപ്രകാരം, ചട്ടപ്രകാരം നിൽക്കുന്ന ദൈവമക്കളെ സൂക്ഷം ദൈവം അനുഗ്രഹിക്കും. നിനക്ക് നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ചെല്ലുന്നിടത്തല്ല ദൈവം നിനക്ക് ജയം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഇവിടെ ആ പശ്ചാത്തല ഭാഗം ഒന്നും അധികം വിവരിക്കുന്നില്ല. ആരാധനയുടെ ക്രമീകരണമെല്ലാം ഒരുക്കി ദാവീദിന്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് പെട്ടകം സ്ഥാപിച്ചു. അതിനുശേഷം സംഗീതക്കാരെ നിയമിച്ചു. ആസാഫിനെയും കൂടെയുള്ളവരെല്ലാം നിയമനം നടത്തി. അതിനുശേഷം നാനാം പ്രവാചകനുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞു, എനിക്കൊരു ആലയം പണിയണം. അപ്പൊ നാനാം പറഞ്ഞു, നീ പണിയണ്ട, നിന്റെ കുതിരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന നിന്റെ മകൻ ആലയം പണിയും. ഇതെല്ലാം ക്രമീകരിച്ചു. അത് കഴിഞ്ഞ് ഫെലിസ്ത്യരെ ജയിച്ചു. അതിനുശേഷം അമ്മോന്യരുമായിട്ട് യുദ്ധം, അവരെ ജയിച്ചടക്കി. ശേഷമാണ് ഏദോമിനുമായുള്ള യുദ്ധം. ഞാൻ അങ്ങനെ ആ ചരിത്രത്തിൽ നിന്നാൽ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ഉം 17-ഉം ഒക്കെ നന്നായിട്ട് പ്രസംഗിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. ഇങ്ങനെ എല്ലാം ക്രമീകരണം വന്നിച്ച് ഏദോമിനുമായുള്ള യുദ്ധത്തിൽ അബീശായി 18,000 ഏദോമ്യരെ സംഹരിച്ചു. അത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ താഴത്തെ വാക്യത്തോണ്ട് ദാവീദ് ചെന്നെടുത്തെല്ലാം ദൈവം അവന് ജയം കൊടുത്തു. അങ്ങനെ ജയിച്ചു വന്ന ദാവീദ് പറഞ്ഞ പദമാണ് ഈ 60-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. ഈ പ്രയോഗമാണ് 108-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. ഇനി 60-ന്റെ 5 ഒന്നുകൂടെ വായിക്കാം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയാ, ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. സൂക്ഷം ദൈവം വിടുവിക്കും. ഇപ്പൊ ഒരു ചിന്താശക്തി ചിന്ത കൊണ്ട് ദൈവത്തിന് പ്രിയമുള്ളവരാരാ? അങ്ങനെ ഒരു ചിന്ത വരും. അപ്പം 1-2 വാക്യത്തിൽ പറഞ്ഞു വിടാനേ നേരെ ഉള്ളൂ. ദൈവത്തിന് പ്രിയമുള്ളവര്, എന്റെ ഭാഷയിൽ അങ്ങ് പറയാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന എല്ലാവരും ദൈവത്തിന് പ്രിയമുള്ളവരാ. അതുകൊണ്ടാണല്ലോ സ്നാനപ്പെട്ടപ്പോഴാണല്ലോ സ്വർഗം തുറന്നേച്ച് പറഞ്ഞ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ. നിങ്ങളാണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേര്.
യേശുവും സ്നാനമേറ്റു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ. അവിടെ പറഞ്ഞ പ്രിയപുത്രൻ, നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടും. അപ്പൊ എന്റെ ഭാഷയിൽ വാക്യം കൂടെ ചേർത്ത് കോർത്ത് പറഞ്ഞാൽ നമ്മോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ഇവിടെ യേശു കർത്താവിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവമക്കളോട് ബന്ധപ്പെട്ട് നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലുണ്ടല്ലോ പ്രിയമക്കൾ എന്ന പോലെ, അങ്ങനല്ലേ 5:1 വായിച്ചേ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ 5-ാം അധ്യായത്തിലാണ് പറയുന്നത് പ്രിയമക്കൾ. ആ പ്രിയമക്കൾ ആരാന്ന് 1-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. വായിച്ച 1-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തെരഞ്ഞെടുക്കുകയും ജീവിതത്തിന്റെ പ്രസാദ പ്രകാരം ദത്തെടുക്കുകയും പിന്നെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ. ശ്രദ്ധിക്കുക, ആ 1-ാം അധ്യായത്തിന്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 14-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ സ്തോത്രം, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷാനിർണയം പ്രാപിച്ചവർ, ആത്മസ്നാനം പ്രാപിച്ച, മുദ്ര കേട്ടവർ, ഇങ്ങനെ 10 കൂട്ടം കാര്യോടെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, മുൻനിയമനം, അച്ചാരം, നൽവരോ, അവകാശം, മുദ്ര, 10 കൂട്ടം കാര്യമാണ്. ആ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ആ പ്രിയമക്കളുടെ വിശേഷത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വിധത്തിൽ അനുഭവത്തോടെ നിൽക്കുന്ന ആ പ്രിയമുള്ളവരെ സൂക്ഷ്മം ദൈവം വിടിവിക്കും. രക്ഷിക്കപ്പെട്ട നിന്നെ ദൈവം വിടിവിക്കും. സ്നാനപ്പെട്ട നിന്നെ ദൈവം വിടിവിക്കും. ആത്മസ്നാനം പ്രാപിച്ച നിന്നെ ദൈവം വിടിവിക്കും. അച്ചാരമാകുന്ന മുദ്രയേറ്റ നിന്നെ ദൈവം വിടിവിക്കും. തനിക്ക് പ്രിയമുള്ളവരെ, അവിടുത്തേക്ക് പ്രിയമുള്ളവരെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയമക്കൾ, അപ്പൊ ആരാ പ്രിയമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം കൊണ്ട് മുമ്പേ വായിച്ച വാക്യം കർത്താവിനോട് ബന്ധപ്പെട്ട് പഠിച്ച എന്റെ ഭാഷ പറഞ്ഞ സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ച് ആത്മസ്നാനം പ്രാപിക്കുന്നവര്. സ്നാനപ്പെട്ട ചുഴപ്പുന്നവരെ ഒന്നും പിടിക്കുകയല്ല. യേശു സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ചെന്നാ. ഇത് ആകെ കൂടെ പ്രാർത്ഥിക്കുന്നത് സഭായോഗത്തിനാണ്. അതിന് ചിലർക്ക് ബെല്ലും ബ്രേക്കും ഇല്ല. ഇന്നാള് പറഞ്ഞ പോലെ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളെ ഇറക്കത്തിൽ പോകുമ്പോല. കഴിഞ്ഞ ദിവസവും ഞാൻ ഓർപ്പിച്ചു, രഹസ്യ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന അത് ശക്തമാക്കണം. ഈ സഭയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാചകവും ആ തപ്പലും കേൾക്കുമ്പോൾ അത് കേൾക്കുകയും കാണുക വീട്ടിൽ പ്രാർത്ഥിക്കുന്നതല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിങ്ങി പമ്മിയുള്ള പ്രാർത്ഥന കേൾക്കുമ്പോഴേ അറിയാം, വാചകം കേൾക്കുമ്പോൾ അറിയാം. അതിന് പ്രാർത്ഥിച്ച് നോക്കുവൊന്നും വേണ്ട, കേൾക്കുമ്പോൾ അറിയാം. സംസാരം കേൾക്കുമ്പോൾ അറിയാം പ്രാർത്ഥിക്കുന്നയാളാണോ അല്ലയോ എന്ന്. അവ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് പ്രാർത്ഥനയിൽ പോരാടുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന് പ്രിയമുള്ളവരാ. അങ്ങനെ പ്രിയമുള്ളവര് സൂക്ഷ്മം ദൈവം വിടിവിക്കും. നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടേണ്ടതിന് ദൈവത്തിന് ഇനി ആരാ പ്രിയമുള്ളവരുടെ വിശേഷതയുണ്ട്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. യോഹന്നാൻ ഗായോസിന് ലേഖനം എഴുതുന്നു. ഗായോസ് പ്രിയനെ എന്നാണ് വിളിച്ചേക്കുന്നത്. ഗായോസിനെ 2-ാം വാക്യം യോഹന്നാൻ 3-ാം ലേഖനം 2. പെട്ടെന്ന് യോഹന്നാന്റെ 3-ാം ലേഖനം 2-ാം വാക്യം വായിച്ചേ. പ്രിയ ഗായോസിന് എഴുതുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഗായോസ് അവിടുത്തേക്ക് പ്രിയമുള്ളവൻ എന്നാ. അപ്പൊ ഈ പ്രിയമുള്ളവരെ ആ ദൈവം വിടിവിക്കുന്നത്. എന്താ ഗായോസിന്റെ വിശേഷത? 1-2 കാര്യം പറഞ്ഞേച്ച് വാക്യത്തിലേക്ക് വരാം. ഗായോസിന്റെ വിശേഷത എന്തുവാ? നിങ്ങൾ അതിന്റെ 3-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഗായോസിന്റെ ഒരു വിശേഷത സത്യത്തിൽ നടക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു. ഗായോസിന്റെ 1-ാമത്തെ വിശേഷത സത്യത്തിൽ നടക്കുന്നു. പ്രിയമുള്ളവരുടെ വിശേഷത സത്യത്തിൽ നടക്കും. സത്യത്തിൽ നടക്കണം. സ്തോത്രം. സത്യത്തിൽ നടക്കണം. സത്യം സംസാരിക്കണം. സത്യത്തിന് സാക്ഷികളാകണം. ഇപ്പൊ ചെല്ലു പറയും, ഫാസ്റ്ററെ ഞാൻ സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അപ്പൊ എന്നാ ചെയ്യും?
എന്നാ ചെയ്യണം? കള്ളം പറയണ്ട. സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ കള്ളം പറയണ്ട. അതെങ്ങനെ? ഇത് രണ്ടും കൂടെ വേണേ ഞാൻ പോകാൻ വഴി പറഞ്ഞു തരാം. രക്ഷപ്പെടാനുള്ള മാർഗമായി പറയുന്നു. വേണേ ഒരു ഉദാഹരണം പറയാം. എന്താ ഉദാഹരണമാ? സത്യം പറഞ്ഞാൽ പ്രശ്നമാ, കള്ളം പറയാൻ ഒക്കത്തുമില്ല. അപ്പൊ പിന്നെ എന്നാ ചെയ്യും? എന്തോ അന്ന് അവിടെ എല്ലാവരും ഞാനൊക്കെ വിളിച്ച് പറയുന്നു. ഉദാഹരണം വേണേ തരാം. നിങ്ങൾക്ക് നല്ല ബുദ്ധിയാണല്ലോ. ഒരു ഉദാഹരണം. ഇപ്പൊ നമ്മൾ ഞാനും സാബുചാനോടെ യാത്ര ചെയ്യുക. ഒരാള് വിളിച്ചു ചോദിച്ചു, ഇപ്പൊ എവിടാ? അപ്പൊ ഞങ്ങള് തിരുവല്ല കഴിഞ്ഞ് അങ്ങോട്ട് പോവുക. പന്തളമായെന്ന് വെച്ചോ. പന്തളമാന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, തിരുവല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. തിരുവല്ല എന്ന് പറഞ്ഞാൽ കള്ളമാ, നമ്മൾ പന്തളത്തെത്തി. പന്തളമാന്ന് പറഞ്ഞാൽ പ്രശ്നം ആണെന്ന് വെക്കുക. അപ്പൊ പിന്നെ കള്ളം പറയാനും ഒക്കത്തില്ല, സത്യം. അപ്പൊ പിന്നെ പറയേണ്ട പോംവഴിയാ. ഞങ്ങള് തിരുവല്ല എല്ലാം കഴിഞ്ഞു, അത്രയും പറഞ്ഞാൽ മതി. പന്തളമാന്ന് പറയണ്ട, ഞങ്ങൾ തിരുവല്ല എല്ലാം കഴിഞ്ഞു, മതിയല്ലോ. ഊരിപ്പോരാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. അപ്പൊ ഗായോസിന്റെ ഒരു വിശേഷത, അവൻ സത്യത്തിൽ നടക്കുന്നു. അങ്ങനല്ലേ വായിച്ചേ? നീ സത്യത്തിൽ നടക്കുന്നു. സത്യത്തിൽ നടക്കുന്നു. പ്രിയമുള്ളവരുടെ ഒന്നാമത്തെ വിശേഷത, അവർ സത്യത്തിൽ. അങ്ങനെ സത്യത്തിൽ നടക്കുന്ന പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. സ്തോത്രം, സ്തോത്രം. രണ്ട് ഗായോസിന്റെ സത്യത, ഈ പ്രിയമുള്ളവന്റെ രണ്ടാമത്തെ ഒരു വിശേഷത, നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ട്. 5-ാം വാക്യം. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി നല്ലതുപോലെ അധ്വാനിക്കുന്നു. ഈ പ്രിയമുള്ളവരുടെ രണ്ടാമത്തെ ഒരു വിശേഷത, ഗായോസിനോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ നല്ലതുപോലെ അധ്വാനിക്കും. നല്ലതുപോലെ അധ്വാനിക്കണം. വേണ്ടേ? ഒരു ജോലിയും ചെയ്യത്തില്ല. ഇന്നാളൊരാൾ പറഞ്ഞു, ഉപദേശമാരും ജോലി ചെയ്യുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നു, ഉപദേശത്തിലും വചനത്തിലും. അതൊരു അധ്വാനമാണ്. നിങ്ങൾ ഇങ്ങനെ കഴുകന്റെ കണ്ണുമായിട്ടായിരിക്കുന്നു, അന്നേരം വാക്യം തെറ്റിച്ച് പറയാൻ പറ്റുമോ? അയ്യോ, ഒക്കത്തില്ല. എന്നാലും റെഫറൻസ് തെറ്റിച്ച് പറഞ്ഞാൽ നിങ്ങൾ തിരുത്തുകയും ചെയ്യും. പാട്ട് തെറ്റിക്കാൻ പറ്റുമോ? ശുശ്രൂഷ ഓർഡർ തെറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ അധ്വാനിക്കണ്ടേ? അറിയാത്തത് നോക്കുക, പഠിക്കുക. അറിയാൻ പാടില്ലാത്തത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ശുശ്രൂഷ അറിയത്തില്ലെങ്കിൽ നന്നായി ശുശ്രൂഷിക്കുന്നവരുടെയൊക്കെ പോയി നിന്ന് കണ്ടും കേട്ടും പഠിക്കുക. അധ്വാനിക്കണ്ടേ? എല്ലാ മേഖലയിലും അധ്വാനിക്കണം. വീട്ടിൽ അധ്വാനമില്ലേ? ചോറും കറി എല്ലാം മേശപ്പുറത്ത് വരുമ്പോ അധ്വാനിക്കാതെ വരുമോ? വരത്തില്ല. ഒരു കൂട്ടാനേ ഉള്ളെങ്കിലും അല്പം ചോറുമാ കൊണ്ടുവെക്കുന്നത്, അതിന്റെ പിമ്പിൽ ഒരു അധ്വാനം ഉണ്ട്. എല്ലാ മേഖലയും എടുത്തേ. ചിലരെ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത നിൽക്കുന്നു, അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അത് ആര് അധ്വാനിച്ചിട്ടാ? ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ളവര് കോടിക്കണക്കിന് സ്വത്തുള്ളവരുണ്ട്. അവര് നന്നായിട്ട് അധ്വാനിച്ചിട്ടാ. ഉറങ്ങി കിടന്നപ്പോ സാഹിബ് കൊണ്ട് $1 കൊടുത്താന്നോ? തിരുവല്ലായി വന്നപ്പോ എടിനൊക്കെ കുറച്ച് $ഉണ്ട്, മേടിച്ചു പിന്നെയും കിടന്ന് ഉറങ്ങിക്കോ, അടുത്ത മാസം ഞാൻ ഒന്നുകൂടെ. അങ്ങനെ കൊടുക്കുകയല്ല. പണ്ടൊക്കെ തന്നെ സാഹിബുമാർ കൊടുക്കും. സാഹിബുമാരും വിളവിന്റെ കേന്ദ്രമായി. നമ്മുടെ ആൾക്കാർ പഠിപ്പിച്ചതാ. അറബി നാട്ടിൽ പോയി ജോലി ചെയ്തവർ ഇപ്പൊ സാമ്പത്തിക നല്ല ഭദ്രത. അവർ അന്നത്തെ കാലത്ത് വളരെ കഷ്ടപ്പെട്ട. ബോംബെയിലൊക്കെ ചെന്ന് ബോംബെയിൽ നിന്ന് ലോഞ്ച് കയറി ദുബൈയിലൊക്കെ ചെന്നപ്പോ ചെല്ലി പറഞ്ഞുകൊണ്ട് ഈ ഫുജറായിക്ക് അപ്പുറം വലിയ പത്താമാലി പോലത്തെ കൊണ്ടിറക്കും. പിന്നെ അവിടെ നിന്ന് വേറെ വള്ളത്തെ കയറ്റി എന്നോട് ഒരാൾ പറഞ്ഞത്, അന്ന് അവിടെ ഗൾഫിൽ ചെല്ലുമ്പം AC ഒന്നുമില്ല. AC ഒക്കെ എഴുതി പഠിക്കുകയല്ലാതെ AC ഇല്ല. ചാക്ക് നനച്ച് ദേഹത്തിടുവന്ന് ചൂടിന്. എയർപോർട്ട് ഒന്നും ഇല്ല.
നമ്മുടെ ഈ ഇവാഞ്ചലിക്കൽ സഭയിൽ കൂടുന്ന ഒരു അച്ചായനുണ്ട്, രാമചന്ദ്രനിലാണ് താമസിക്കുന്നത്. അദ്ദേഹം എയർപോർട്ടിൽ ആദ്യത്തെ 3-4 പേരിൽ ഒരാളാണ് എയർപോർട്ടിന്റെ ആരംഭത്തിൽ. അവരൊക്കെ അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. അന്നേരം നമ്മുടെ അപ്പന്മാര് നമ്മുടെ വേണ്ടപ്പെട്ട മട്ട് കളിച്ച് നടക്കുകയായിരുന്നു. കലുങ്കെ കയറിയിരുന്നു, മാടക്കടയുടെ സൈഡിൽ പോയി പമ്മിയിരുന്നു, കൊച്ചുവീടിയും വലിച്ച് അതിലെയല്ല മനസ്സിലാകുന്നുണ്ടോ? ഉഴപ്പത്തല്ലി പള്ളിക്കൂടത്തിൽ വിട്ടപ്പോൾ പള്ളിക്കൂടത്തിൽ പോയില്ല, പറങ്കാവെ കയറിയിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ 4 പറങ്ങാണ്ടി. രാവിലെ സ്കൂളിൽ വിട്ടതാ, അവൻ തിരിച്ചു വന്നപ്പോൾ ചോറ്റുപാത്രത്തിനകത്ത് 4 പറങ്ങാണ്ടി. ഇപ്പോഴും അങ്ങനെ ഇരിക്കുക പറങ്ങാണ്ടിയായിട്ട്. പഠിക്കാൻ പറ്റുമ്പം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാനേ. അന്നേരം അവര് നന്നായിട്ട് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. ദൈവം ഇപ്പൊ അവർക്ക് സാമ്പത്തിക നന്മ കൊടുത്തു. എന്നിട്ട് അവര് വണ്ടിയെ വരുമ്പോൾ വലിയ വീട് ഒക്കെ അതിന്റെ സൈഡിൽ കൂടെ പോയിച്ചു കല്ലെറിയണം ഈ വീടിന്. ഒന്നും ശരിയായ നടപടിയല്ല. ഞാൻ ഉദാഹരണമായിട്ട് 1-2 കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവൻ്റെ ഒരു വീടും ചുറ്റുപാടും ബോംബ് വെക്കണം എന്നോ, അതാണ് എൻ്റെ മര്യാദ. അല്ല മര്യാദ. അപ്പൊ അവര് നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. അതിന്റെയാണ്. പണ്ടൊക്കെ നേഴ്സിങ്ങിന് പോകാൻ ചില സ്ത്രീകളെയൊക്കെ നേഴ്സിങ്ങിന് വിടുന്നത് നാണക്കേടാ. പക്ഷെ അവർ ആ നാണക്കേട് സഹിച്ച് 10-60 വർഷം മുമ്പ് പോയി. അന്നേരം നമ്മുടെ വീട്ടിലെ വലിയമ്മച്ചിമാരും ഒക്കെ പറഞ്ഞ പെണ്ണുങ്ങളെ നേഴ്സിങ്ങിന് വിടുന്നത് കുടുംബക്കാരും ഇതിലിപ്പോ നേഴ്സമ്മ അത്ര. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ. ഏത് മേഖലയെടുത്ത് അധ്വാനിക്കണം. അപ്പൊ ഇവിടെ ഈ പ്രിയമുള്ളവരുടെ രണ്ടാമത്തെ പ്രത്യേകത, 1 അവൻ സ്തോത്ര സത്യത്തിൽ നടക്കുന്നു, 2 നല്ലതുപോലെ അധ്വാനിക്കുന്നു. എല്ലാ മേഖലയിലും ഏത് മേഖലയിലും അധ്വാനിക്കണം. ആ ദൈവരാശി സാക്ഷ്യം പറഞ്ഞല്ലോ, അറബി നാട്ടിൽ പോയി നന്നായിട്ട് അധ്വാനിച്ചു. അല്ലെ അറബി കാശ് കൊടുക്കുമോ? നല്ല ഏലായി. ദൈവകൃപയുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ട് വന്നേ. അതെ, അധ്വാനിക്കാതെ ഒക്കത്തില്ലെന്ന് അവര് പറയുന്ന ജോലിയെല്ലാം നന്നായിട്ട് ചെയ്യണം. അവിടെ പാസ്പോർട്ട് ആദ്യം അങ്ങ് മേടിച്ചു വെക്കും. ഒരു കുഞ്ഞുങ്ങളെ ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കുകയല്ല. നന്നായിട്ട് എന്റെ ഭാഷ പറഞ്ഞ അറിഞ്ഞു പണി ചെയ്യണം. ഇത് ചിലയിടത്താണ് ഈ വേലക്കാരികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാഷിംഗ് മെഷീൻ അങ്ങ് കേടാകും. എന്നാന്നറിയാമല്ലോ, മോളി വാഷിംഗ് മെഷീൻ അങ്ങ് കേടായിപ്പോയി. കല്ലേലിട്ട് തല്ലി മോളിയുടെ ഇടുക്ക് തെറ്റുക. മിക്സി വർക്ക് ചെയ്യുന്നില്ല, കല്ലേ വെച്ച് അരക്കണം. മിക്സി, ഞാൻ തമാശ പറഞ്ഞതല്ല, എല്ലാവരുടെയും കാര്യമല്ല. സ്തോത്രം. പിന്നെ വീട്ടിൽ വേലയ്ക്ക് വരുന്നവരെ കിടത്തുന്ന റൂമെന്ന് പറഞ്ഞാൽ ഇടിമുറിക്കാത്ത പുക ഞൂപ്പാട് വരിക, അങ്ങനെയുണ്ട്. പിന്നെ ചിലരെ വീട്ടുവേലയ്ക്ക് നിർത്താനും വെക്കുകയല്ല. അവര് പിന്നെ അവിടുത്തെ യജമാനത്തിയാകും. അമ്മാമേനെ തട്ടി ദൂരോട്ടും കളയും. അച്ഛനോട് പറയാം, അമ്മാമ എന്തിനു കൊള്ളാം, അമ്മാമയുടെ ദൂരോട്ട് കളാം. അങ്ങനെയുണ്ട്. പിന്നെ എത്ര തെളിവ് വേണം? നിങ്ങൾ എന്നാ പമ്മിയിരിക്കുന്നേ? സ്തോത്രം. പറയാൻ ഒരു നാണയത്തിന് 2 വശവും ഇല്ലേ? 2 വശവും പറയണം. എന്റെ അഭിപ്രായം, ഏത് മേഖലയാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കണം. ഒരു ഓഫീസിൽ ചെന്ന് അധ്വാനിക്കണ്ടേ? ഫയലെല്ലാം വെക്കുമ്പോൾ ഫയലെ നോക്കിയിരുന്നാലോ ശമ്പളം കിട്ടുമോ? ഇവിടെയാണ് പഠിച്ചു പിള്ളേര്, എന്നും വേണ്ട പിള്ളേര് രാത്രി ഇരുന്ന് അധ്വാനിക്കുക. ലണ്ടനിലാ ഓഫീസ്, അമേരിക്കയിലാ ഓഫീസ്. അതിന്റെ ടൈമിൽ ഇവിടെ രാത്രി അവർക്ക് കഷ്ടപ്പെടണം. അന്നേരം നമ്മൾ നല്ല പൂളന്റെ തീറ്റ് നിന്ന് വെച്ച് നല്ല കമ്പിളി പോലെ അമ്മാച്ചൻ കൊണ്ടുവന്ന് ഗൾഫിൽ നിന്ന് അതോട് ആടം കൂടെ പുതച്ചു എന്നുവെച്ച് പറയാ വളരെ പ്രതികൂലമാണ്. വളരെ സാമ്പത്തികമായിട്ട് വളരെ തീറ്റയ്ക്ക് ഒരു കുഴപ്പം. മിണ്ടുന്നില്ലല്ലോ ആരും. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാന്നേ. അപ്പൊ ഏത് മേഖലയാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കണം. ഉപദേശമാര് നന്നായിട്ട് അധ്വാനിക്കണം. പാട്ട് പഠിക്കണം, വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, യാചരിച്ച് പ്രാർത്ഥിക്കണം. വേണ്ടേ?
അപ്പൊ യോഹന്നാൻ ഗായോസിനോട് പറയുക, അവൻ നീ പ്രിയനാ. ആ പ്രിയന്റെ ഒന്നാമത്തെ വിശേഷത സത്യത്തിൽ നടക്കുന്നു. 2, നന്നായിട്ട് അധ്വാനിക്കുന്ന എന്ന് പറഞ്ഞ അതിഥികൾക്കും അവൻ സഹോദരന്മാർക്കും വേണ്ടി. അങ്ങനല്ലേ 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കേ. നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെ, ഈ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നന്നായിട്ട് അധ്വാനിക്കുന്നു. നന്നായിട്ട് അധ്വാനിക്കണം. ഇതാ പ്രിയമുള്ളവരുടെ വിശേഷത. 1, സത്യത്തിൽ നടക്കും. 2, നന്നായിട്ട് അധ്വാനിക്കും. 3, നല്ല വിശ്വസ്തതയാ. 5-ാം വാക്യത്തിലുണ്ടല്ലോ വിശ്വസ്തത കാണിക്കുന്നു. പ്രിയമുള്ളവരുടെ ലക്ഷണമാ. 1, സത്യത്തിൽ നടക്കും. 2, നന്നായിട്ട് അധ്വാനിക്കും. അത് അതിഥികളെയും സഹോദരന്മാരെയും നന്നായി ശുശ്രൂഷിക്കണം. അതിഥികളെയും വിശ്വാസികളെ, നമ്മുടെ കൂട്ടുവേലക്കാരെ, അവരെ നന്നായി ശുശ്രൂഷിക്കണം. വേണ്ടേ? ഞാൻ ഇന്നാളും പറഞ്ഞതാ, ഒന്നുകൂടെ പറയാം. ഒരാളോടല്ല, മുഴുവൻ ആൾക്കാരോടുമാ. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന ഉടനെ കടക് തുറന്ന് നോക്കി വെച്ച് ഉണ്ടായിട്ട് അകത്ത് കയറുകയല്ല. ചോദിക്കണം, ചൂട് വേണോ തണുത്തത് വേണോ? സാഹചര്യം ഉണ്ടെങ്കിൽ മധുരം ഉപയോഗിക്കുമോ? മധുരം സാമാന്യ മര്യാദ. നിങ്ങൾ കുഴപ്പക്കാരാന്നല്ല പറഞ്ഞത്. ഇതൊക്കെ അല്ലേ മതി. ഉച്ച സമയത്ത് അവർ കഴിക്കാം. അപ്പൊ അവര് കഴിച്ചേച്ചാണ്. അയ്യോ, ഞാൻ കഴിച്ചേച്ചാ വന്നത്. രാവിലെ അവര് അയ്യോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഞങ്ങൾ കഴിച്ചില്ല, നമുക്ക് ഒന്നിച്ച്. അപ്പൊ അവര് കഴിച്ചേച്ചാണ് പറയും, കഴിച്ചേച്ചാ. എന്നാലും ഞാനാന്ന് പറയും, എന്നാലും നമുക്ക് ഒരു ചപ്പാത്തി എങ്കിലും ഒന്നിച്ചിരുന്നൊന്ന്. അതേമാതിരി ഈ സ്വരത്തിലെ അർത്ഥം. ചപ്പാത്തി 10 കൊടുക്കുന്നതും ചിക്കന്റെ മുടുത്ത കാല് കൊടുക്കുന്നതല്ല വിഷയം. നിന്റെ ആ സംസാരം കേൾക്കുമ്പോ തന്നെ വേണോ വാ നിന്റെ ഞാൻ ആര് വരുന്നു? ഈ പണ്ട് കാലം പോലെ ഇപ്പോഴത്തെ കാലം തെറ്റിദ്ധരിക്കരുത്. എല്ലാ വീട്ടിലും വലിയ ദുരിതമൊന്നും ഇല്ല. ഗവൺമെന്റ് ആണെങ്കിലും 2 അരിക്ക് എത്ര 2 രൂപ അല്ലേ? ഗവൺമെന്റ് തരുന്നില്ലേ? അതിപ്പോ മേടിച്ച് കോഴിക്ക് കൊടുത്തായിരിക്കും. ചെല്ലി ക്രെഡിറ്റ് പറയാം, പാസ്റ്റർ ഞങ്ങളാ ഒന്ന് കഴിക്കല, ഇത് മേടിച്ച് താറാവിന് നീ അതിന്റെ മങ്കരി തിന്നും. പേറ്റ് വരുമ്പം ഈ കറുത്ത മങ്കുണ്ടല്ലോ, ദൈവം നിന്നെ ചീറ്റിപ്പിക്കും. ഈ അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുവന്ന ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിപ്പിക്കും ദൈവം. ചില പറയാം, ഞാൻ കഞ്ഞി കുടിക്കുകയല്ല. കഞ്ഞി കുടിക്കാത്തവരെ കുടിപ്പിച്ച ചരിത്രം ഞാൻ പറയാം. അവസാനം മെഡിക്കൽ കോളേജ് കടന്ന് 8-ാം വാർഡിൽ അല്ലെങ്കിൽ തൂക്കിയിട്ട് അങ്ങേയറ്റം പറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞ് കഞ്ഞി മിക്സിക്കകത്തിട്ട് അടിച്ചേച്ച് നല്ല ലിക്വിഡായിട്ട് മൂക്കിക്കൂടെ കൊടുത്തേക്കാൻ. ആകെ ഉള്ള സമയത്ത് നെടിയേരിയുടെ കഞ്ഞി നല്ല ചമ്മന്തി ആയിട്ട് കൊടുത്ത് പറഞ്ഞ് ഞാൻ കഴിക്കുകയല്ലെന്ന്. വായി കൂടെ കഴിക്കായിരുന്നു അന്ന്. അഹങ്കാരം കണ്ടവാനം കയറിയപ്പോ തമ്പുരാൻ ആ കോട്ടയത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ഇട്ടേച്ച് പറഞ്ഞു, മൂക്കിൽ കൂടെ ചൂവല്ലായിട്ട് പറഞ്ഞ് വായിക്കൂടെ കൊടുക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ ഞാൻ ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, 1-ാം പ്രതി ഞാനാ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. എന്നാൽ താഴ്മയുള്ളവർക്ക്. ഞാൻ അമ്മാമ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല. അതിന് അവസാനം അങ്ങേയറ്റം പറ്റിയപ്പോ ഒരു തുണി ഉടുക്കാൻ മേല. പോളിഷർ വയ്യ, ചൈനീസുകൾക്ക് വയ്യ, പിന്നെ വേറെ ഒത്തിരി 3-4 പേര് പറ. ഇപ്പൊ പിന്നെ എന്നെ അമ്മാമ ഉടുക്കുന്നത് അതേ കോയമ്പത്തൂരിന്ന് കോട്ടന്റെ കിട്ടുമെങ്കിൽ പശ ചേർക്കാതെ. അതിനാ എനിക്കങ്ങ് ഉഷ്ണരോഗമാണ്. എനിക്കങ്ങ് ദൈവം പിടിക്കും. ദൈവം പിടിക്കും. നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. ദൈവത്തിന് താഴ്മയോടിരിക്കണം. ദൈവത്തിന്റെ മകത്ത് ദാവീദ് ആ ഭാഗത്ത് ചോദിക്കൊണ്ട്, ദൈവമേ ഞാൻ ഇത്രത്തോളം വരുവാൻ എന്തുള്ളൂ, എന്റെ ഗൃഹവും
എന്തുള്ളൂ? ദൈവത്തിന്റെ കരുണയാ. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ സ്തോത്ര സകല ജഗത്തിന് ആകാരം തരുന്നവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. താഴ്മയോടെ ഇരിക്കുന്നെങ്കിൽ, വിനയത്തോടിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും.